ഇന്ന് മുത്തശ്ശി പറയാൻ പോകുന്നത് ആധുനിക മലയാള ഭാഷാ പിതാവ് എന്ന പേരിൽ പ്രശസ്തനായ നമ്മളെല്ലാവരും ആരാധിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചാണ്. രേഖാമൂലമായ വസ്തുതകളുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഊഹാപോഹങ്ങളാണ് ആശ്രയം. പൊന്നാനിപ്പുഴയുടെ തീരത്ത് തൃക്കണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, തൃക്കണ്ടിയൂരപ്പൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനടുത്താണ് തുഞ്ചത്ത് ഭവനം. ഈ ഭവനം പണ്ടേ വളരെ പ്രശസ്തമാണ്. കാരണം ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ തൃക്കണ്ടിയൂർ ഗ്രാമത്തിലെ കുട്ടികളും യുവാക്കളും അടുത്ത ഗ്രാമങ്ങളിലെ കുട്ടികളും യുവാക്കളും എല്ലാവരും തുഞ്ചത്ത് ഭവനത്തിലാണ് അക്ഷരാഭ്യാസനായി എത്തുക. ഈ ഭവനത്തിൽ ഏകദേശം ഒരു 500 കൊല്ലം മുമ്പാണ് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജനനം. നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു പിതാവ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പുത്രനെ പുരാണങ്ങളിലും വേദേതിഹാസങ്ങളിലും എല്ലാം വിദ്യ അഭ്യസിപ്പിച്ചു. അങ്ങനെ കുട്ടി വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഏകദേശം ഒരു കൗമാരപ്രായം എത്തിയപ്പോൾ തന്നെ രാമായണവും മഹാഭാരതവും മറ്റു പുരാണങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അഭ്യസിച്ചു. മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും പാണ്ഡിത്യം നേടി. അപ്പോൾ രാമാനുജന് തന്നെ തോന്നി അതുമാത്രം പോരാ, ഒരു ദേശാടനം കൂടി ആയാലേ അറിവ് പൂർണ്ണമാകുകയുള്ളൂ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ദേശാടനം എന്ന് പറഞ്ഞാൽ 10 പുസ്തകം വായിക്കണതിൻ്റെ സമാണ്. അങ്ങനെ രാമാനുജൻ എഴുത്തച്ഛൻ ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. മലകളും പുഴകളും ഒക്കെ താണ്ടി കേരളക്കര വിട്ടിട്ട് കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ ദക്ഷിണേന്ത്യയിലുള്ള പല സ്ഥലത്തും അദ്ദേഹം സഞ്ചരിച്ചു. ഈ സഞ്ചാരത്തിനിടയിൽ അനേകം വിദ്വാൻമാരെയും സന്യാസിമാരെയൊക്കെ കണ്ടു, സമ്പർക്കം പുലർത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. അപ്പോൾ എപ്പോഴും ഈ സമ്പർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ അറിവ് പകരും. അത് മാത്രമല്ല 2 ഭാഷകളും പഠിച്ചു അദ്ദേഹം, തെലുങ്കും തമിഴും. അങ്ങനെ തൃക്കണ്ടിയൂർ മടങ്ങിയെത്തുമ്പോഴേക്കും അറിവിൻ്റെ ഒരു മഹാഭണ്ഡാരം തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. തൃക്കണ്ടിയൂർ മടങ്ങിയെത്തി വീടിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം ഒരു പാഠശാല സ്ഥാപിക്കുകയും അവിടെ കുട്ടികളെയൊക്കെ അഭ്യസിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതായത് ആ കാലത്തൊക്കെ ഈ രാമായണവും മഹാഭാരതവും മറ്റു പുരാണങ്ങളും ഒക്കെ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ട് സാധാരണക്കാർക്ക് അതൊന്നും പഠിക്കാനോ വായിക്കാനോ ഉള്ള അവസരം ലഭിച്ചിരുന്നില്ല. എന്ത് കഷ്ടമെന്ന് നോക്കൂ, നമുക്കിപ്പോൾ അതൊക്കെ വായിക്കാൻ കിട്ടണില്ലേ. അപ്പോൾ അതെന്താ വെച്ചാൽ സംസ്കൃതം ഭാഷ അറിയില്ല ആർക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രാദേശിക ഭാഷകൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പല സ്ഥലത്തും പല ആചാര്യന്മാരും പല ഋഷികവിമാരും ഈ രാമായണവും മഹാഭാരതവും അതുമാതിരിയുള്ള പുരാണങ്ങളൊക്കെ സംസ്കൃതത്തിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു, അല്ലെങ്കിൽ അതിനൊക്കെ വ്യാഖ്യാനമുണ്ടാക്കി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു മലയാളക്കരയിലെ ജനങ്ങൾക്കും രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കാനുള്ള ആഗ്രഹം കാണുന്നുണ്ട്. ആഗ്രഹം മാത്രമല്ല, അവരത് അർഹിക്കുന്നതാനും, അവരത് വായിക്കണം. അതുകൊണ്ട് മലയാളത്തിൽ രാമായണത്തിനൊരു വ്യാഖ്യാനം ആവശ്യം തന്നെയെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിനുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ദുർഘടം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മലയാള ഭാഷ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ചെന്തമിഴ്, കൊടുന്തമിഴ്, സംസ്കൃതം ഇതെല്ലാം കലർന്നിട്ടൊരു സങ്കര ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ സംസാരിക്കുന്നത് തന്നെ എളുപ്പമല്ല. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് വായിക്കുക? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മലയാള ഭാഷയെ, അന്ന് പ്രചാരത്തിലിരുന്ന മലയാള ഭാഷയെ ഒന്ന് ലളിതവൽക്കരിച്ചു. എന്നിട്ട് ആ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം രാമായണം രചിച്ചത്. ആ രാമായണമാണ് നമ്മൾ ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാത്മരാമായണം. കിളിപ്പാട്ട് ശൈലിയിലാണ് അദ്ദേഹം അത് രചിച്ചത്. കിളിപ്പാട്ടെന്ന് പറഞ്ഞാൽ കിളിയെ കൊണ്ട് പാടിക്കുന്നു അങ്ങനെയല്ല, സങ്കല്പത്തിലൊരു കിളിയെ സങ്കല്പിച്ചിട്ട് ആ കിളി കഥ പറയുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം രചിച്ചത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. സാധാരണക്കാർക്കൊക്കെ ഈ രാമൻ്റെ കഥ വായിച്ച് ധന്യത നേടാമല്ലോ. 13ഓളം കൃതികൾ എഴുത്തച്ഛൻ്റേതായിട്ട് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ എന്താ പറയുക, ഒരു സാഫല്യം നിറഞ്ഞ ഒരു ജീവിതം ആണ് അദ്ദേഹം ജീവിച്ചത്. തൃക്കണ്ടിയൂർ സ്വന്തം ഭവനത്തിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. അപ്പോൾ എഴുത്തച്ഛൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, മെതിയടി, യോഗദണ്ഡ് ഇതൊക്കെ അടുത്തുള്ള ഒരു ഗുരുമഠത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആരാധിച്ചു പോന്നിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അഗ്നിബാധ ഉണ്ടായി. ആ തീപിടുത്തത്തിൽ ഈ ഒരുപാട് സാധനങ്ങൾ നശിച്ചുപോയി. എന്തോ ഭാഗ്യവശാൽ, നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ മെതിയടികളും യോഗദണ്ഡും യാതൊരു കേടുപാടും കൂടാതെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ തിരൂരുള്ള തുഞ്ചൻ സ്മാരകം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുഞ്ചൻ സ്മാരകം എന്നുള്ള മന്ദിരത്തിനെ പറ്റി. അവിടെ എഴുത്തച്ഛൻ്റെ എഴുത്താണി, അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന എഴുത്താണി അവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു.
വളരെ ഭക്തിയോടെ അതവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നത്. കൊല്ലത്തിലൊരിക്കൽ ഈ എഴുത്താണി പുറത്തേക്ക് എഴുന്നള്ളിക്കും. അത് കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അവിടെ വരും. അത് കണ്ട് തൊഴുത് അനുഗ്രഹം മേടിക്കുകയും ചെയ്യാറുണ്ട്. മുത്തശ്ശിയും പോയിട്ടുണ്ട്, അവിടെ ഇത് കണ്ട് തൊഴുതിട്ടുണ്ട്. അത് എഴുന്നള്ളിച്ച് കൊണ്ടുള്ള ആ പ്രദക്ഷിണത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ടാണ് മുത്തശ്ശി കരുതുന്നത്. അങ്ങനെ മലയാള ഭാഷയ്ക്ക് മനോജ്ഞമായ രൂപവും ഭാവവും നൽകിയ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ സമ്പൂർണ്ണമാകുന്നു.